നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ടൗണിൽ വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിച്ചതിൽ വൻ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ്. കാലാവധി പൂർത്തിയായ ടൗൺ വെൻഡിംഗ് കമ്മിറ്റിയെ ഉപയോഗിച്ചാണ് കാർഡുകൾ അനുവദിച്ചതെന്നും നിയമവിരുദ്ധമായി നൽകിയ ലൈസൻസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കിറ്റ് നൽകാനായി ആശ്രയ ഗുണഭോക്താക്കളെ പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവത്തിൽ പ്രതിഷേധവും ബഹളവും. പ്രായമായവരും രോഗികളും കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകൾ. അവശരായ പലരും കിറ്റ് വാങ്ങാതെ മടങ്ങി. മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാറിനെ പുനലൂരിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവിന് സ്റ്റേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സതീഷ് കുമാർ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. തനിക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയതെന്ന് സതീഷ് കുമാർ. ഒറ്റപ്പാലത്തെ റോഡിലെ കുഴിയും ഗതാഗത കുരുക്കും വലഞ്ഞ പോലീസ് കുഴിയടക്കാൻ നേരിട്ടിറങ്ങി. കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മടിച്ചു നിന്നതോടെയാണ് പോലീസ് രംഗത്തിറങ്ങിയത്. ഓണാഘോഷത്തിൽ നാട്. ചൊവ്വാഴ്ച ഉത്രാടപ്പാച്ചിൽ. മാവേലിയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിൽ മലയാളികൾ. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം ടൗണിൽ വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിച്ച നടപടികളിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. കാലാവധി പൂർത്തിയായ ടൗൺ വെൻഡിംഗ് കമ്മിറ്റിയെ ഉപയോഗിച്ചാണ് കാർഡുകൾ അനുവദിച്ചതെന്നും നിയമവിരുദ്ധമായി നൽകിയ ലൈസൻസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാലാവധി കഴിഞ്ഞ കമ്മിറ്റിക്ക് കാർഡുകൾ അനുവദിക്കാൻ യാതൊരു അധികാരവുമില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ NK ജയരാജൻ പറഞ്ഞു. നഗരസഭാ ഉപാധ്യക്ഷന്റെയും CITU നേതൃത്വത്തിന്റെയും ഒത്താശയോടെയാണ് ക്രമക്കേടുകൾ നടന്നത്. CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരേ കുടുംബത്തിലെ ഒന്നിലധികം വ്യക്തികൾക്ക് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നും നിലവിൽ നഗരസഭയിൽ സ്വന്തമായി ട്രേഡ് ലൈസൻസ് ഉള്ള വ്യാപാരികൾക്ക് പോലും ഇത്തരത്തിൽ വഴിയോര കച്ചവട ലൈസൻസ് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കച്ചവടത്തിനായി അനുവദിച്ചു കിട്ടിയ സ്ഥലം പലരും മറ്റാളുകൾക്ക് മേൽവാടകയ്ക്ക് നൽകുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. CITUവും CPMും നഗരസഭാ വൈസ് ചെയർമാനും നഗരസഭയിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് നടത്തുന്ന വലിയ ഒരു അഴിമതിയുടെ ഭാഗമാണ്. മാസവരിയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. മാസവരി. ഈ തൊഴിലാളികളിൽ നിന്നും മാസാമാസം ലവി പിരിക്കുന്ന രീതിയിൽ ഫണ്ട് പിരിച്ച് സ്വന്തം പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാരുടെ പോക്കറ്റും വീർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് വഴിയോര കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ആ അപേക്ഷകളിൽ പലതും കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ CPMന്റെ ഭാഗമായി നിൽക്കുന്ന ചില ആളുകൾ ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്ക്, ഭർത്താവിന്, മകന്, ഒരു വീട്ടിലെ 3 പേർക്ക് കാർഡ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നൽകിയ കാർഡിൽ ഒരു കുടുംബത്തിൽ 3 പേർക്ക് കാർഡ് കൊടുത്തിരിക്കുന്നു. അതിൽ ഒരാൾ കച്ചവടം ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് ഈ തൊഴിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റൊരു കുടുംബത്തിൽ അമ്മയ്ക്കും മകനും മരുമകൾക്കും കാർഡ് കൊടുത്തിരിക്കുകയാണ്. ഇവരെന്ത് കച്ചവടം ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും കാർഡ് കൊടുത്തിരിക്കുകയാണ്. ബേക്കറി നടത്തുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇറച്ചിക്കട നടത്തുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, കന്നിനെ വളർത്തുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ തൊഴിലുമായി ബന്ധമില്ലാത്ത ആളുകൾക്കൊക്കെ കാർഡ് കൊടുത്ത് ആ ആളുകൾ കാർഡ് വാങ്ങി അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലം വാടകയ്ക്ക് നൽകുന്ന പ്രവണതയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയുടെ വിപണന കേന്ദ്രങ്ങൾ പൊളിച്ചുമാറ്റുകയും മറ്റു ചിലർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് 40x20 വലിപ്പത്തില് ടാർപോളിൻ വലിച്ചു കെട്ടി കല്യാണത്തിന് പന്തലിടുന്നത് പോലെ വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് 10 മണി വരയ്ക്കുള്ളിൽ പൊളിക്കണമെന്നുള്ളതാണ്. 10 മണിക്കുള്ളിൽ പൊളിച്ചു മാറ്റണമെന്ന് അവിടെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആ കുട്ടികൾ, സ്ത്രീകൾ വാടകയ്ക്കെടുത്ത ടെൻ്റാണ് ഇവർ നശിപ്പിച്ചത്. പൊളിച്ചു, ആ സീറ്റ് വലിച്ച് നശിപ്പിച്ചു കൊണ്ടുപോയത്. അതൊരു തോന്നിവാസമാണല്ലോ. അതൊരു അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ വിഷയത്തിൽ അത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാനും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥലത്തെത്തി. INDUC മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് ശേഷം അവിടെ എത്തി. അതുമായി ബന്ധപ്പെട്ട് നഗരസഭ അധികൃതരുമായി സംസാരിച്ച് അവർക്ക് അവിടെ തന്നെ പരിഗണന നൽകണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ റൂം നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ നൽകില്ലായിരുന്നു, നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ നൽകില്ലായിരുന്നു. പലരും ന്യായീകരിക്കുക ചെയ്ത് നഗരസഭയുടെ നടപടിയെ ഈ ഭരണപക്ഷത്തിന്റെ പല കൗൺസിലർമാരും ന്യായീകരിക്കുക ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ സ്ട്രോങ് ആയി ഇടപെടുകയും
സമൂഹ മാധ്യമങ്ങളിലും പത്രദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ അറിയിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് അറിയിച്ച് ജനങ്ങളിലേക്ക് എത്തി അവർക്ക് കിട്ടേണ്ട നീതി ലഭിച്ചു. അതിനുവേണ്ടി നമ്മൾ നിലപാടെടുക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, INTUC മണ്ഡലം പ്രസിഡന്റ് CP ഷറഫലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK ജഗദീഷ്, P അബ്ദുൽ കലാം തുടങ്ങിയവർ പങ്കെടുത്തു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ആശ്രയ കിറ്റ് ഗുണഭോക്താക്കളെ കിറ്റ് നൽകാനായി പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവത്തിൽ പ്രതിഷേധവും ബഹളവും. പ്രായമായവരും രോഗികളും പഞ്ചായത്തിലെത്തിയത് 150 രൂപ മുതൽ 300 രൂപ വരെ മുടക്കി ഓട്ടോറിക്ഷ വിളിച്ച്. മണിക്കൂറുകളുടെ കാത്തിരിപ്പിൽ അവശരായ പലരും കിറ്റ് വാങ്ങാതെ മടങ്ങി. വീട്ടിൽ കൂടെ കൊണ്ടുവന്ന് തന്നിരുന്നതാണ്. വീട്ടിൽ കൊണ്ടല്ല, CDSന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അന്നേരം നമ്മളത് അവിടെ പോയിട്ട് ഓട്ടോ ചാർജ് കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിപ്പോ രാവിലെ വന്നതല്ലേ, എത്ര നേരം ഇവിടെ നിൽക്കണത്? ഇതിപ്പോ കൂലിപ്പണിക്ക് പോവാണെങ്കിൽ 1000 രൂപയുടെ പണിയെടുക്കേണ്ട നേരം ഇത്ര നേരം നിന്ന് വീണ്ടും ഇത് പടക്കി കിട്ടണേ ഇറങ്ങണം. ഇതെന്താ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനോ? തമാശയിലല്ല പറഞ്ഞ കാര്യം, എന്താ പറയേണ്ടത്? ഇതിനെ നടപടി എടുക്കുക തന്നെ വേണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കുടുങ്ങി തിന്നോട്ടെ. വീട്ടിലേക്ക് എത്തിച്ചേരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോ ചാർജ് നമ്മൾ കൊടുക്കണം. നമുക്ക് ഈ റിസ്ക് ഇല്ല. ഇത് ഈ വയ്യാത്ത ആൾക്കാർ തല ചുറ്റി വീട് പറഞ്ഞ് ഈ പഞ്ചായത്തുകാർ എന്തെങ്കിലും ചെയ്യും? ഈ വീട്ടുകാരനെ വേണ്ടേ? ഓട്ടോയ്ക്ക് 100 രൂപയ്ക്ക് പോവില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ 150 രൂപ വേണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ 60-70 രൂപയും വേണം. ഇത് കിട്ടാൻ പോകുന്നത് 300-350 രൂപയുടെ കിറ്റ് വേണേ. അപ്പൊ ഇത് നമ്മൾ കിറ്റിന് വേണ്ടിയില്ല, ഇത് വിളിക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അല്ല ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നല്ല നമ്മളിപ്പോ ജീവിക്കണത്. അപ്പൊ അതന്നെ പറയണതേ. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് നൽകുന്ന ആശ്രയ കിറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾ പഞ്ചായത്തിലെത്തി കിറ്റ് കൈപ്പറ്റാനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രായമായവരും ആദിവാസികളും ഓട്ടോറിക്ഷയും വിളിച്ച് പഞ്ചായത്തിലെത്തി. നടക്കാൻ പരസഹായം വേണ്ടിവരുന്നവരാണ് പലരും പഞ്ചായത്തിൽ വാഹനം പിടിച്ചെത്തിയതെങ്കിലും ടോക്കൺ ലഭിക്കണമെങ്കിൽ വീണ്ടും മുകളിലത്തെ നിലയിൽ കയറണം. ഇതിന് കഴിയാത്തവർ മണിക്കൂറുകളോളം താഴെ കുത്തിയിരുന്നു. 200-ലേറെ പേർ ഒന്നിച്ചെത്തിയതോടെ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും പലർക്കും കിറ്റ് കിട്ടിയില്ല. ഇതോടെ ഗുണഭോക്താക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതുവരെയില്ലാത്ത നിയമം ആരാണ് നടപ്പാക്കുന്നതെന്ന് രോഷാകുലരായി പലരും ചോദിച്ചു. ഓട്ടോറിക്ഷയുടെ പൈസ ഈ വയ്യാത്തവർ കൊടുക്കണം. 300 റുപ്യ കൊടുക്കണം. അങ്ങോട്ട് 150, അങ്ങോട്ട് 150. ഇപ്പൊ വന്ന വണ്ടി പോയില്ലേ? ഇപ്പൊ വീട്ടിൽ ഓരോ വയ്യാത്ത മനുഷ്യന്മാര് കിടക്കുന്നത്. 500 രൂപയുടെ കിറ്റിന് 300 രൂപ വാഹന വാടക നൽകുകയും ഒരു ദിവസം കാത്തു നിൽക്കേണ്ടിയും വന്നതായും ഗുണഭോക്താക്കൾ ആരോപിച്ചു. പ്രമേഹ രോഗം ഉൾപ്പെടെയുള്ളവർ പലരും മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കിറ്റ് വാങ്ങാതെ മടങ്ങി. ഓട്ടോ ചാർജ് നഷ്ടമായത് മിച്ചം. ആദിവാസികൾക്കുള്ള കിറ്റുകൾ ഏത് മലയുടെ മുകളിലാണെങ്കിലും അവിടെ എത്തിക്കണമെന്നാണ് നിയമമെന്നും തങ്ങളുടെ കിറ്റ് ഉന്നതികളിൽ എത്തിക്കണമെന്നും പുല്ലൂന്നി ഉന്നതിയിലെ മാതി പറഞ്ഞു. എന്റെ പുറത്തെ ബൂട്ട് കൊണ്ടുത്തരൂ, ഈ പുറത്തെ പഞ്ചായത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന് രാവിലെ 8 മണിക്ക് വന്നിട്ട് ഇത്തിരി സമയം കൊടുത്തു. ഇതുവരെ കിറ്റ് കിട്ടിയില്ലല്ലോ. കൊല്ലത്തിന് കൊണ്ടുവന്നമാതിരി പേരിൽ കൊണ്ടുതന്ന പോലെ വണ്ടി വിളിച്ചിട്ടോ. ഇത് രാവിലെ 8 മണിക്ക് വന്നിട്ട് ഇത്തിരി സമയം ഇത് വെള്ളമില്ലാതെ മോള് പോയി കയ്യിൽ കുത്തിക്കുന്നു. പച്ചവെള്ളമില്ലാതെ കണക്കാക്കി തരാൻ പറഞ്ഞ ബൂട്ട് കൊണ്ടുതരാ. ഞങ്ങൾ ആദിവാസി ആൾക്കും ഞങ്ങൾക്ക് എപ്പം നോക്കിയാലും വീട്ടിൽ തന്നെ കൊണ്ടുവരുള്ളൂ. അല്ലെ വണ്ടി വിളിച്ച് ഞങ്ങൾ വരില്ല. 10 റുപ്യ ചെലവാക്കിയിട്ട് ഞങ്ങൾ വരില്ല പഞ്ചായത്തിൽക്കോ. ഞങ്ങൾക്ക് പേരൊക്കെ തന്നെ കൊണ്ടുത്തരുള്ളൂ. ഞങ്ങൾക്ക് തന്നെ കിറ്റൊക്കെ അങ്ങനെ. അല്ലെ അവിടെ ഇവിടെ 10 റുപ്യ കട കളി പോട്ടിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ വരില്ല. ഇപ്പോഴത്തെ നിയമ പഞ്ചായത്ത് വരുന്നു, പേരേൽക്ക് വരില്ല. ഇത് ആദിവാസി ആൾക്ക് എവിടെ മലയിലേക്ക് പോകണമെങ്കിൽ കൊണ്ടുത്തരേണ്ട നിയമമുണ്ടോ? ആദിവാസി ആളെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ട് കഴിഞ്ഞ് കൂടുന്ന ആൾക്കാരാണോ? UDF അംഗങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും എതിർപ്പിനെ തുടർന്ന് മുകളിലത്തെ നിലയിൽ ടോക്കൺ വിതരണം ചെയ്യുന്നത് നിർത്തി. കിറ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലെ വീടുകളിൽ എത്തിക്കണമെന്ന് UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായും എന്നാൽ ഭരണസമിതിയും കുടുംബശ്രീ ചെയർപേഴ്സണും അത് വകവെച്ചില്ലെന്നും പഞ്ചായത്ത് അംഗം ഷാഫി ചങ്ങലേരി, KP ഹംസ തുടങ്ങിയവർ പറഞ്ഞു. അതാത് വാർഡുകളിൽ എത്തിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത്രയും പാവപ്പെട്ട ആളുകളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു കാര്യവും ആശ്രയിക്കും. അതേസമയം കിറ്റുകൾ വീടുകളിലേക്ക് കൊടുത്തുവിടുമ്പോൾ അർഹരായവർക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്തിലേക്ക് ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. സ്മിത അറിയിച്ചു.
സാധാരണഗതിയിൽ ഓണക്കാലത്ത് മത്സരം നടക്കുന്നത് ബീവറേജസ് കോർപ്പറേഷനുകളിലെ വിൽപ്പന തമ്മിലായിരുന്നു. എന്നാൽ ഇത്തവണ സപ്ലൈകോയുടെ ഓണച്ചന്തകളിലൂടെ വിൽപ്പന വർധനവ് സംബന്ധിച്ച വാർത്തകളാണ് വരുന്നതെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തിരുവിഴാംകുന്ന് ഇരട്ടവാരി ആദിവാസി ഊരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയും സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിന് ശേഷം മലയാളികൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഓണമാണ് ഇത്തവണത്തേതെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തിനപ്പുറം മലയാളികൾ മനസ്സ് തുറന്ന് സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഓണം. നമ്മുടെ സപ്ലൈകോയുടെ സാധാരണഗതിയിൽ ഓണത്തിന് വരുന്ന വാർത്ത എന്താ? സാധാരണഗതിയിൽ കേരളത്തിൽ മത്സരം നടക്കുന്നത് ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ തമ്മിലാണ്. ചാലക്കുടിയിലാണോ അതോ മറ്റേ വേറെ മണ്ണാർക്കാടാണോ, എവിടെയാണ് കച്ചവടം കൂടുതൽ എന്നുള്ളത് അല്ലെ? അതാണ് വാർത്ത. പക്ഷെ ഇത്തവണ വാർത്ത വന്നോ? ഇത്തവണ ബീവറേജസ് കോർപ്പറേഷനിലെ മദ്യവിൽപ്പനയുടെ വാർത്തയല്ല വരുന്നത്, മറിച്ച് സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ വിൽപ്പന വർധനവ് സംബന്ധിച്ച വാർത്ത പുറത്തു. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. കേരളത്തിന്റെ പൊതുമാറ്റം. 13 ഇനങ്ങൾക്ക് സബ്സിഡിയാണ്. 13 ഇനങ്ങൾക്ക് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ 13 ഇനങ്ങൾക്ക് സബ്സിഡി കൊടുത്ത് ആ ഓണച്ചന്ത നടത്താൻ മാത്രമല്ല, പേരിന് ബോർഡ് വെച്ച് ഉദ്ഘാടനം ചെയ്യലല്ല, ഓണച്ചന്തയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സാധനം കിട്ടുന്നില്ല എന്നൊരു പരാതിയേ ഇല്ല. ഊരിലെ പ്രായമായവർക്ക് ഓണപ്പുടവ നൽകി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, DCC ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ കല്ലടി അബൂബക്കർ, റഷീദ് ആലായൻ, TA സിദ്ദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ, മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ സജ്ന ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KP ഉമ്മർ, A അസൈനാർ, മുരളീധരൻ, CJ രമേശ്, സക്കീർ തയ്യിൽ, ശശി എടത്തൊടി, കുരിക്കൽ സെയ്ദ്, TK ഇപ്പു, V പ്രീത, സതീശൻ താഴത്തേതിൽ, നൌഷാദ് ചേലഞ്ചേരി, അലി തെങ്കര, ഉമ്മർ മനച്ചിത്തൊടി, K ഫിലിപ്പ്, സിഗ്ബത്തുള്ള, പ്രേംകുമാർ, പട്ടോടി വേണുഗോപാൽ, A ദീപ, PK ഉസ്മാൻ, രാജൻ അമ്പാടത്ത്, സിജാദ് അമ്പലപ്പാറ, V ചന്ദ്രൻ, മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാറിനെ പുനലൂർ നഗരസഭയിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവിന് സ്റ്റേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സതീഷ് കുമാർ നൽകിയ ഹർജിയിലാണ് സ്റ്റേ അനുവദിച്ചത്. മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിയായി താൻ 3 വർഷം പൂർത്തിയാക്കിയിട്ടില്ലെന്നും തനിക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയതെന്നും തനിക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്നും കാണിച്ചാണ് സതീഷ് കുമാർ ട്രിബ്യൂണലിനെ സമീപിച്ചത്. മണ്ണാർക്കാട് നഗരസഭയിലെ സെൻസസ് ചുമതല ഉള്ളതിനാൽ സ്ഥലം മാറ്റം നിയമവിരുദ്ധമാണെന്നും പട്ടികവർഗക്കാരനായ തനിക്ക് 5 വർഷം വരെ തൽസ്ഥാനത്ത് തുടരാമെന്നും സതീഷ് കുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 1 മാസത്തിനുള്ളിൽ ഹർജിക്കാരനെ കേട്ട് തീരുമാനമെടുക്കണമെന്നും അതുവരെ സ്ഥലമാറ്റ ഉത്തരവ് നടപ്പാക്കരുതെന്നുമാണ് ട്രൈബ്യൂണലിന്റെ വിധി. സെക്രട്ടറി സതീഷ് കുമാറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതിയിലെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മന്ത്രിമാരെ കണ്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിനെതിരെ കോൺഗ്രസിലെ P രാധാകൃഷ്ണൻ, ജലീൽ കുളമ്പൻ എന്നിവർ രംഗത്തു വരികയും ചെയ്തു. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലേക്കാണ് പുനലൂരിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയത്. ഇതോടെ സെക്രട്ടറി സതീഷ് കുമാർ ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയായിരുന്നു. കുമരംപുത്തൂർ പയ്യനിടത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഓണത്തിന് പറിക്കാൻ പാകമായ കൃഷികളാണ് പന്നിക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പയ്യനിടം മേഖലയിൽ വീണ്ടും കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം പയ്യനിടം പുതുക്കുടിയിൽ മാറാമ്പറ്റ രാമന്റെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത്. കപ്പ, കൂവ, ചേമ്പ് തുടങ്ങിയ കൃഷികൾ പൂർണ്ണമായും പന്നികൾ നശിപ്പിച്ചു. ലഭിക്കുന്ന നഷ്ടപരിഹാരം കൃഷി നഷ്ടത്തിന് പരിഹാരമാവുന്നില്ലെന്നും കർഷകൻ പറഞ്ഞു. എൻ്റെ പറമ്പ് കൂടെ വേറെ പറമ്പിലാണ്. എങ്ങനെയാണ് ജീവിച്ചു പോവുക? ആ കാട്ടുപന്നിയുടെ ശല്യം ഭയങ്കരമാണ്. എന്തൊക്കെ കുത്തിയേർത്തിരിക്കണ ഇപ്പോൾ? കുത്തിയത് കൂവ, പൂള, കാണുമ്പോൾ അതാ അവിടെയുണ്ട്. ആകെ നിരത്തിക്കുക. എന്താ ഇപ്പം അങ്ങനെ കാട്ടുപന്നിയുടെ ശല്യം ചെയ്താൽ ചെയ്യുക? ഓണക്കാലത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ റോഡിലെ കുഴിയടക്കൽ നേരിട്ട് ഏറ്റെടുത്തു ഒറ്റപ്പാലം പോലീസ്. ഈശ്വറ്റപ്പാലം പാലത്തിലെ വലിയ കുഴികളാണ് പോലീസുകാർ സ്വന്തം നിലയിൽ അടച്ച് ഗതാഗതം സുഗമമാക്കിയത്. വാർത്തകൾ തുടരുന്നു.
ഡിവൈഎഫ്ഐയെ തളർത്താൻ ആരും ശ്രമിക്കേണ്ടെന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ഷഹീർ അലി നറുക്കോട്. പാലക്കാട് റെയിൽവേ വിഭജനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷഹീർ അലി നറുക്കോട് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ നിന്ന് ഈ പറയപ്പെടുന്ന പാലക്കാട് അയക്കപ്പെട്ട MP എവിടെയാണ്? ഒരു പ്രതിഷേധത്തിന്റെ സ്വരം പോലും അവർക്ക് ഉയർത്താൻ കഴിയുന്നില്ല. ഈ പറയപ്പെടുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ MP-മാർക്ക് പോലും കേന്ദ്രത്തിനെതിരെ ഒരു സ്വരം പോലും ഉയർത്താൻ കഴിയുന്നില്ല. ഇപ്പോ അവര് തിരുവോണ നാളിൽ എന്തോ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് എന്നാ കേട്ടത്. എവിടെ? പാലക്കാട് റെയിൽവേ ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്താൻ പോവാതെ ആര്? കേരളത്തിലുള്ള UDF MP-മാർ. അവർ സമരം ചെയ്യേണ്ടത് എവിടെയാണ്? അവർ സമരം ചെയ്യേണ്ടത് ഡൽഹിയിലാണ്. ഈ തീരുമാനമെടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലാണ് അവർ സമരം നടത്തേണ്ടത്. പക്ഷേ അവിടെ നിന്ന് കാമാമുണ്ടുന്നില്ല. കേവലം റീൽസുകളെടുത്ത് കേവലം ഉദ്ഘാടന പരിപാടികളിൽ നാടമുറിച്ച് മാത്രം അതിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MP കേരളത്തിലുള്ള മറ്റ് സമാനമായിട്ടുള്ള UDF MP-മാർ. പ്രസിഡന്റ് റംഷാദ്, അജീഷ് കുമാർ, അൻഷാദ് നെച്ചുള്ളി, അശ്വിനി എന്നിവർ പ്രസംഗിച്ചു. SNDP യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഗുരുജയന്തി ആഘോഷം 28-ന് വെള്ളിയാഴ്ച ചെർപ്പളശ്ശേരിയിൽ നടക്കും. ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവയുണ്ടാകും. മന്ത്രി N. ഷംസുദ്ദീൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ ഭാരവാഹികൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുദേവന്റെ 172ാമത് ജയന്തി ആഘോഷങ്ങൾ വിപുലമായാണ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 28-ന് ചെർപ്പളശ്ശേരിയിൽ വച്ചാണ് പരിപാടികൾ നടക്കുക. വൈകിട്ട് 3:30-ന് അയ്യപ്പൻകാവ് പരിസരത്തു നിന്നും പഞ്ചവാദ്യത്തിന്റെയും കലാരൂപങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് പുത്തനാൽക്കൽ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. P. മമ്മിക്കുട്ടി MLA, നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ തുടങ്ങിയവരും മറ്റ് യൂണിയൻ ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിക്കും. ഘോഷയാത്രയിലും സാംസ്കാരിക സമ്മേളനത്തിലുമായി 5000-ലധികം പേർ പങ്കെടുക്കുമെന്ന് യൂണിയൻ സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ദിനം ഈ വരുന്ന 28-ാം തീയതി വെള്ളിയാഴ്ച ചെറുപ്പശ്ശേരി വെച്ച് ആഘോഷിക്കപ്പെടുകയാണ്. ലോകമെമ്പാടും ഈ ആഘോഷിച്ചു 172ാം ജയന്തി എന്നല്ല, ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രാവശ്യം ചെറുപ്പശ്ശേരി വിപുലമായ രീതിയിലാണ് നമ്മൾ നടത്തപ്പെടുന്നത്. ഈ പരിപാടിയിൽ ഏകദേശം 100ഓളം ശാഖയിൽ നിന്ന് 10,000-ഓളം ആളുകൾ പണിചേർന്ന പ്രകടനവും സാംസ്കാരിക സമ്മേളനവും നടത്തപ്പെടുന്നുണ്ട്. അതിന് മുന്നോടിയായി തലേ ദിവസം ഇവിടെ ഒരു ബൈക്ക് റാലി നടത്തപ്പെടുന്നു. ബൈക്ക് റാലി എന്ന് പറഞ്ഞാൽ ഏകദേശം 150 പരം ബൈക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് അത്തരം ബൈക്ക് റാലി നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ചതയദിനാഘോഷം നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അവറുകളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട പാലക്കാട് MP VK ശ്രീകണ്ഠൻ അവറുകളാണ്. അതുപോലെ MLA ശ്രീമാൻ ടോർണ MLA മമ്മിക്കുട്ടി P അവറുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, കൗൺസിലർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ജാതിഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വിപുലമായ സമ്മേളനമാണ് ചെറുപ്പശ്ശേരി നടത്തപ്പെടുന്നത്. പരിപാടിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് 27-ന് വ്യാഴാഴ്ച വൈകിട്ട് ഒറ്റപ്പാലം യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും വിളംബര ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ, സെക്രട്ടറി CC ജയൻ, വൈസ് പ്രസിഡന്റ് സതീശൻ ചിറ്റാനിപ്പാറ, സ്വാഗത സംഘം ചെയർമാൻ കരീപ്പാടത്ത് രാമചന്ദ്രൻ, ചോലക്കൽ ശ്രീകുമാർ, O. അരവിന്ദൻ, രാജീവ് മാടമ്പി എന്നിവർ പങ്കെടുത്തു. കുലുക്കലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ കിടപ്പ് രോഗികളായ 125 പേർക്കും ഹരിതകർമ്മസേന വോളണ്ടിയർമാരായ 31 പേർക്കുമാണ് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തത്. പിന്നെ അത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹം മനസ്സറിഞ്ഞുകൊണ്ട്, കാരണം ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ തന്നെ ഇത് കൊടുക്കാനുള്ള മനസ്സ് കൂടിയിട്ടാണല്ലോ. ഇതിനേക്കാളേറെ കഴിവുള്ള പലരും കൊടുക്കാറുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ കാശുണ്ടായാൽ മാത്രമേ പോലെ, അത് പാവപ്പെട്ടവർക്ക്, അവസരമായ ആളുകൾക്ക് സഹായിക്കാൻ കൊടുക്കാനുള്ള ഒരു മനസ്സ് കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിന്
ഈ സന്ദർഭത്തിൽ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരുപാട് ആൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, വ്യക്തികൾ കുറെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരിപാടി നമ്മുടെ അന്നത്തെ ഈ പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും അതുപോലെ നമ്മുടെ ഹരിതകർമ്മസേനക്കാരെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി നാട് വൃത്തിയാക്കുന്ന ഏറ്റവും ശ്രമകരമായ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ ഹരിതകർമ്മസേന വർക്കുകൾ. അവരെ നമ്മൾ ആദരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്നോട് AS പറഞ്ഞു, ഹരിതകർമ്മസേനക്കാർക്ക് ബോണസ് കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഓർഡർ വന്നിരുന്നു. ആ സമയത്തിനോട് ASന്റെ സബ്ജക്റ്റ് ഞാൻ അപ്പം തന്നെ വിളിച്ച് ഞങ്ങളുടെ പഞ്ചായത്ത് അസോസിയേഷന്റെ പ്രസിഡന്റ് സെക്രട്ടറി വിളിച്ചു. ഈ ഹരിതകർമ്മസേനക്കാർക്ക് ബോണസ് കൊടുക്കാൻ ഉത്തരവായിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ വിളിച്ചു. അതുകൊണ്ട് ഉടനെ അവരെങ്കിലും ഉൾപ്പെട്ടിയുള്ള ഓർഡറാണ്. അങ്ങനെയാണ് മിഞ്ഞാന്ന് നിങ്ങൾക്ക് 1500 രൂപ ബോണസ് തരാനുള്ള ഉത്തരവാണ്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മിസിത സൂരജ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിസാർ മപ്പാട്ടുകര, മുംതാസ് ലൈല, രാജൻ പൂതനായിൽ, മെമ്പർമാരായ ജയശ്രീ, സാജൻ, KK അലിമക്കടയിൽ, രാജശ്രീ, നീതു സുഭാഷ്, സുനിത രാജൻ, ഷാഹ്ന റിയാസ്, അബൂബക്കർ കിഴക്കേതിൽ, ഖദീജ MK, അഡ്വക്കേറ്റ് MM വിനോദ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൺമുഖൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയാദാസൻ, പാലിയേറ്റീവ് സിസ്റ്റർ രമാമണി എന്നിവർ സംസാരിച്ചു. വെളിഞ്ഞഴി GLP സ്കൂളിൽ 50 വർഷത്തിലേറെ കാലം പാചക തൊഴിലാളിയായിരുന്ന P കമലത്തിന് വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രൗഢമായ യാത്രയയപ്പ് നൽകി. ചടങ്ങ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാചക തൊഴിലാളിയായി വിരമിക്കുന്ന കമലത്തിന് PTA നേതൃത്വത്തിൽ മാസം 2000 രൂപ പലിശ ലഭിക്കുന്ന തരത്തിൽ ഒരു സ്ഥിര നിക്ഷേപം അവരുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് സദസ്സിനു മുൻപാകെ MLA പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ഷീലാദേവി CM സ്കിഡ് സ്കോളർഷിപ്പിൽ സ്കൂളിന് ചരിത്ര വിജയം സമ്മാനിച്ചവർക്കുള്ള അനുമോദനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സുരേഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രമാദേവി N, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V പ്രജീഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ രാജഗോപാലൻ M, നന്ദിനി ടീച്ചർ, പ്രധാനാധ്യാപകൻ സനോജ് C, മുൻ പ്രധാനാധ്യാപകരായ വാസുദേവൻ, V രാമൻകുട്ടി, സുജാത K, ജയശ്രീ P, ജ്യോതിലക്ഷ്മി P, PTA പ്രസിഡന്റ് നാരായണൻകുട്ടി C, MPTA പ്രസിഡന്റ് അഖില V, സീനിയർ അധ്യാപിക ശ്രീജ V എന്നിവർ സംസാരിച്ചു. ഓണസദ്യയും ഉണ്ടായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി അർഹരായവർക്ക് സ്നേഹോപഹാരവുമായി ഒറ്റപ്പാലം ഭവൻസ് വിദ്യാർത്ഥികൾ സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒരുമയുടെ ഓണം പദ്ധതിയിലൂടെ സമീപ പ്രദേശങ്ങളിലെ 55 നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 5 കിലോ അരി, 2 കിലോ പഞ്ചസാര, ശർക്കര ഉൾപ്പെടെ 17ഓളം നിത്യോപയോഗ പലവ്യഞ്ജനങ്ങളാണ് ഓരോ കിറ്റിലും ഉൾപ്പെടുത്തിയിരുന്നത്. രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഭക്ഷ്യസാധനങ്ങൾ സമാഹരിച്ച് കിറ്റുകൾ തയ്യാറാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് NK ജയദേവൻ നിർവഹിച്ചു. ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ MK ജയസുധയ്ക്ക് ആദ്യ കിറ്റ് കൈമാറിയാണ് വിതരണോദ്ഘാടനം നടത്തിയത്. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ E പ്രഭുരാജ്, വാർഡ് കൗൺസിലർ N ഷിബു, അഡ്വക്കേറ്റ് സുപ്രഭ ജയദേവൻ എന്നിവർ പങ്കെടുത്തു. പ്രധാനാധ്യാപിക ബിജി സന്തോഷിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടികൾ ഏകോപിപ്പിച്ചു. വർഷങ്ങളായി സ്വന്തം കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മേലെ പട്ടാമ്പി അംഗനവാടി ഇനി സ്മാർട്ട് സൗകര്യങ്ങളിലേക്ക്. പട്ടാമ്പി നഗരസഭയുടെ 10 ലക്ഷം രൂപ പദ്ധതി വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രൊട്ടക്ഷൻ വാൾ, സ്മാർട്ട് അംഗനവാടി നവീകരണ പ്രവൃത്തികൾ എന്നിവയുടെ ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടികളും വിപുലമായി സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TP ഷാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീട് ആദ്യം ഒരു സൈഡ് വാൾ കെട്ടണമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ അന്ന് മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ചു. പിന്നീട് അംഗനവാടിയുടെ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടി വീണ്ടും 4 ലക്ഷം രൂപ ചെലവഴിച്ചാൽ 9 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ അംഗനവാടിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. വരാൻ പോകുന്ന കാലത്തിൽ ഇതിലും നല്ല രീതിയിലൊരു അംഗനവാടി ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും നല്ല സ്ഥലം നോക്കുന്നുണ്ട്. നല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ
കുറച്ചുകൂടി വിശാലമായ രീതിയിലേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ അസ്ന പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രീ സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥികളുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത നിലവാരം അതൊക്കെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്നൊക്കെ ഏറ്റവും അത്യാധുനിക കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. AI കാലഘട്ടമാണ്. ഏറ്റവും പുതിയ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രീതിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പുറത്തു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലോകോത്തര നിലവാരമുള്ള വിദ്യാർത്ഥികളെ നമുക്ക് നമ്മുടെ നാടിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന നല്ല സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് പട്ടാമ്പി. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ CP സജാദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ICDS ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗൻവാടി കുട്ടികളും നാട്ടുകാരും പങ്കെടുത്ത വിപുലമായ ഓണസദ്യയും ഓണാഘോഷ പരിപാടികളും അരങ്ങേറി. നാടിന്റെ ഒരുമയും ഐക്യവും മതസൗഹാർദ്ദവും വിളിച്ചോതി ആനമങ്ങാട് എടത്തറയിൽ ഓണാഘോഷം. സമൂഹ ഓണസദ്യയിൽ നാട്ടിലെ നാനാവിഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പങ്കാളികളായി. ഓണാഘോഷം നടന്ന ഇതേ വേദിയിൽ നബിദിന പരിപാടികളും നടക്കും. എടത്തറ പൗരാവലിയുടെയും നാട്ടിലെ സൗഹൃദ കൂട്ടായ്മകളുടെയും ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. സമൂഹ സദ്യയിൽ സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന ഈ ഓണക്കാലത്ത് എടത്തറയിൽ നടന്ന ഓണാഘോഷം നാടിന്റെ ഒരുമയും സ്നേഹവും മതസൗഹാർദ്ദവും വിളിച്ചോതി. എടത്തറയിലെ ചെറുപ്പക്കാരുടെ ഒരു ആവശ്യവും ആവേശവുമാണ് ഈ ഓണാഘോഷം ഇവിടെ തന്നെ നടത്തണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നു. കാലങ്ങളായി വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ പറമ്പുകളിൽ നിന്നിരുന്ന ഓണാഘോഷം ഇന്ന് അതിന് പറ്റിയൊരു അവസ്ഥയല്ല ഉള്ളത്. അതുകൊണ്ട് പറമ്പുകളെല്ലാം ഇല്ലാതായി, തുറന്ന പ്രദേശങ്ങളില്ലാതായി. അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെയും പഴമയെയും തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ഏറെ അഭിമാനത്തോടു കൂടെ പറയട്ടെ, ഒരേ വേദിയിൽ തന്നെ ഓണാഘോഷവും അതിനെ തൊട്ട് നബിദിനാഘോഷവും സംഘടിപ്പിക്കുന്നു, നടപ്പാക്കുന്നു എന്നത് എടത്തറക്കാരുടെ ഒരു അഹങ്കാരമായിട്ട് കൂടെ ഞങ്ങൾ കാണുകയാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ അത്യധ്വാനമുണ്ട്. ഞങ്ങൾ പ്രായമായവര് ഇതിനെ ഒപ്പം നിൽക്കുന്നു, അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു, സഹായിക്കുന്നു എന്നതിലപ്പുറം ചെറുപ്പക്കാരാണ് ഇതിന്റെ എല്ലാം ആയിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി. ഇത് നമ്മുടെ സമൂഹത്തിന് ഒരു പാഠമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എടത്തറയിലെ നാരായണൻ എന്ന കുട്ടന്റെ നേതൃത്വത്തിലാണ് 16 വിഭവങ്ങളടങ്ങുന്ന ഓണസദ്യ തയ്യാറാക്കിയത്. നാട്ടിലെ യുവാക്കളും മുതിർന്നവരുമെല്ലാം ഓണസദ്യ വിളമ്പുന്നതിന് പങ്കാളികളായി. ഓണാഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി നടന്ന ചടങ്ങിൽ സ്നേഹസമ്മാനങ്ങളും നൽകി. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി, OKM മൗലവി, പീതാംബരൻ ആനമങ്ങാട്, വെള്ളാലത്ത് രാമചന്ദ്രൻ മാസ്റ്റർ, കൈരളി ടീച്ചർ, AR രാംദാസ്, KM ഉബൈദ്, കണ്ടപ്പാടി ഹനീഫ, തെക്കൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീജിത്ത് VP, ശിവശങ്കരൻ KT അഫ്സൽ, PT ശങ്കരൻ, E ബാബു, അസ്കർ, പ്രതീഷ് E ജൂനിയർ, KM മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂത്തടത്തുമന പീഡികത്തൊടിയിലൊരുക്കിയ പന്തലിലാണ് ഓണത്തിന് സദ്യ ഒരുക്കിയത്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഗ്രാമീണ കലാകായിക പരിപാടികളും നബിദിന ആഘോഷ പരിപാടികളും ഇതേ വേദിയിൽ തന്നെ നടക്കും. ഇവിടെ വളരെ ആവേശത്തോടു കൂടി ഓണത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ നബിദിന ഘോഷയാത്രക്കുള്ള സ്വീകരണവും, മറ്റന്നാൾ ഇതേ പന്തലിൽ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ എടത്തറ നജ്മുൽ ഹുദ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ അവരുടെ പരിപാടിയും പാട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദഫുമുട്ടും ഒക്കെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എടത്തറയിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ആവശ്യമായിരുന്നു ഇത്. വീട്ടിക്കാട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഗ്രാൻഡ് എക്സ്പോ സംഘടിപ്പിച്ചു. തബസ്സും മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശങ്ങളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക സംസ്കാരവും ചരിത്രബോധവും വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വീട്ടിക്കാട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നിർമ്മിതി, കരകൗശലം, സയൻസ് എക്സ്പെരിമെന്റ്,
ഇസ്ലാമിക ചരിത്രം, ഫുഡ് കോർട്ട് എന്നിവയിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. മദ്രസ ഹാളിലൊരുക്കിയ പ്രദർശനം സന്ദർശകർക്ക് വേറിട്ട അനുഭവമായി. മദ്രസ സെക്രട്ടറി ഉമർ പിയുടെ സാന്നിധ്യത്തിൽ മഹല്ല് ഖത്തീബ് ഉബൈദ് കമാലി ഉദ്ഘാടനം നിർവഹിച്ചു. അസീസ് നുജൂമി, അലി മുസ്ലിയാർ, ജാബിർ അൻവരി, ഫാരിസ് അൻവരി, ഷാക്കിർ മുസ്ലിയാർ, സയ്യിദ്, നൌഷാദ്, ഷമീർ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ക്ഷേത്രങ്ങളിലെയും വീടുകളിലെയും പൂജകൾക്കും ചടങ്ങുകൾക്കും ഭക്തിയുടെ പുത്തൻതലം സമ്മാനിച്ച ഈ കാവ് പൂജയ്ക്കും ചടങ്ങുകൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ഒരുക്കി നൽകാനുള്ള സംവിധാനവുമായി ഈ കാവ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. നാട്ടിലെ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും പൈതൃകവും തനിമയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട പുതിയ സംരംഭമാണ് ഈ കാവ്. ക്ഷേത്രങ്ങളിലേക്കും ഉത്സവങ്ങൾക്കും ആവശ്യമായ തനതായ ഉൽപ്പന്നങ്ങൾ, മികച്ച ഗുണനിലവാരത്തിലുള്ള പൂജാസാധനങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ തുടങ്ങിയവ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൃത്യതയോടെയും ശുദ്ധിയോടെയും ലഭ്യമാക്കുകയാണ് ഈ കാവ് ലക്ഷ്യമിടുന്നത്. ക്ഷേത്രങ്ങളിലെയും വീടുകളിലെയും നിത്യപൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും ആവശ്യമായ എല്ലാവിധ പൂജാ സാധനങ്ങളും ഏറ്റവും ഗുണനിലവാരത്തോടു കൂടിയാണ് ഈ കാവിൽ ലഭ്യമാക്കുന്നത്. കൂടാതെ ഉത്സവങ്ങൾക്കും വിശേഷ ദിവസങ്ങൾക്കും ആവശ്യമായ മനോഹരമായ പുഷ്പാലങ്കാര സേവനങ്ങളും, ഉത്സവങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ആവശ്യമായ ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങിയവയും ഈ കാവ് ക്രമീകരിച്ച് നൽകുന്നുണ്ട്. കൂടാതെ വീടുകൾക്കും പൂജാമുറികൾക്കും അനുയോജ്യമായ വിവിധതരം നിലവിളക്കുകൾ, ഈശ്വരവിഗ്രഹങ്ങൾ, മറ്റ് പരമ്പരാഗത അലങ്കാര വസ്തുക്കൾ എന്നിവയും ഈ കാവിൽ ലഭ്യമാണ്. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ആരംഭിച്ച ഈ കാവിന്റെ ഷോറൂം നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഈ കാവ് എന്നൊരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട എല്ലാ നിലവിളക്കുകളും അതുപോലെ തന്നെ പ്രതിമകളും ചെലങ്കുകളും എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഒരൊറ്റ കടയിൽ നമുക്ക് ലഭ്യമാണ്. ഈ ഒരു കടയിൽ ഒരു അമ്പലത്തിന്റെ പ്രതീതിയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ. വിളക്കുകളും പ്രതിമകളും എല്ലാം വെച്ചിട്ട് നല്ലൊരു കട. ഈ കടക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയരത്തിലെത്തട്ടെ. എല്ലാവിധ നന്മകൾ നേരുന്നു. പ്രശസ്ത കഥാവതാരകനും എഴുത്തുകാരനുമായ PM വ്യാസൻ ഭദ്രദീപം കൊളുത്തി സംരംഭത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രനഗരി കൂടിയായിട്ടുള്ള പെരിന്തൽമണ്ണയിൽ ഒരു പുതിയ സംരംഭം ഇന്ന് ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാവ് എന്ന പേരിലുള്ള ഒരു കൂട്ടം യുവാക്കളുടെ ഈ ഒരു സംരംഭം വളരെ വിജയകരം തീരട്ടെ എന്ന് ഭഗവാനോടും തിരുവാന്താമൂലമ്മയോടും പ്രാർത്ഥിക്കുന്നു. കാരണം ഹൈന്ദവീയ സംസ്കാരത്തിൽ പൂജയ്ക്കും ഹോമങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് വലിയ സ്ഥാനമാണുള്ളത്. അതിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ എണ്ണ ആയിക്കോട്ടെ അല്ലെങ്കിൽ നെയ്യ് ആയിക്കോട്ടെ, ഇതൊക്കെ ഏറ്റവും ശുദ്ധമായിട്ട് ലഭിക്കണം എന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ ശുദ്ധമല്ലാത്ത വസ്തുക്കൾ കിട്ടുന്നതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിഹാരാർത്ഥം ഇവിടെ ഈ കാവിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പൂജാ ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഏറ്റവും ഗുണമേന്മയുള്ള പ്രോഡക്ട്സ് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി സംഭരിച്ച് ഇവിടെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ വിഗ്രഹങ്ങളായിക്കോട്ടെ, വിളക്കുകളായിക്കോട്ടെ, എണ്ണയായിക്കോട്ടെ, നെയ്യായിക്കോട്ടെ, ധൂപഗന്ധങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇതിലൂടെ സമൂഹത്തിന്റെ ഈ ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ഒരുപാട് ഇതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ നടത്തുന്നത്. ഇതിന് പുറമെ ഇതിനൊരു IT പ്ലാറ്റ്ഫോം കൂടെ ഇവരുടെ ആലോചനയിലുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതെല്ലാം തന്നെ വളരെ വിജയമായി തീരട്ടെ എന്ന് തിരുമാന്താമംഗലം അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് വിശിഷ്ടാതിഥിയായി. പെരിന്തൽമണ്ണ നഗരത്തിൽ ഒരു പുതിയ സംരംഭവുമായി എത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംരംഭമാണിത്. പൂജയ്ക്കും മറ്റ് ആവശ്യ വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പില്ല എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ കാഴ്ചയിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് പുതിയ തുടക്കമാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്യൂരിറ്റിയുള്ള സാധനങ്ങൾ നൽകാനാണ് അവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു ഐശ്വര്യം ഒക്കെ ഈ സ്ഥാപനത്തിനും ഉണ്ടാവും. അതിൻ്റെ ഈ സംരംഭകർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ചിങ്ങമാസം ഓണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ സ്ഥാപനങ്ങൾ വളർന്ന് വലുതാവട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വാർഡ് കൗൺസിലർമാരും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓർഡർ ചെയ്യുക വഴി അവശ്യ സാധനങ്ങൾ യാതൊരു തടസ്സവും ഇല്ലാതെ നേരിട്ട് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യമാണ് ഈ കാവ് നൽകുന്നത്. ഏറ്റവും മികച്ച ഗുണനിലവാരത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി സേവനങ്ങൾ ഭക്തരിലേക്ക് എത്തിക്കാനാകും എന്നതാണ് ഈ കാവിൻ്റെ പ്രത്യേകത. അത്യാധുനിക ടെക്നോളജിയുടെ സംവിധാനങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ലൈഫ് വേ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂറോ, ഓർത്തോ, പീഡിയാട്രിക് തുടങ്ങിയ വിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി ഏറ്റവും നൂതനമായ മെഷീനറികളുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പി സേവനമടക്കമുള്ള റീഹാബിലിറ്റേഷൻ സെന്ററാണ് പെരിന്തൽമണ്ണയിൽ തുറന്നത്. രോഗാവസ്ഥയിൽ നിന്നും മോചനം നേടിയവർക്കായി ആരോഗ്യകരമായ പുനരധിവാസവും ശാരീരികവും മാനസികവുമായ പുരോഗതിയുമാണ് ലൈഫ് വേ റീഹാബിലിറ്റേഷൻ സെന്ററിലൂടെ പ്രദാനം ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, ചൈൽഡ് സൈക്കോളജി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ബിഹേവിയർ തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേറ്റഡ് തെറാപ്പി, ന്യൂറോ ഡെവലപ്മെൻറ്റ് തെറാപ്പി തുടങ്ങിയ വിഭാഗങ്ങൾ ലൈഫ് വേ റീഹാബിലിറ്റേഷൻ സെന്ററിൽ സജ്ജമാണ്. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ആലങ്ങാടൻ ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ലൈഫ് വേ സെന്റർ ബിൽഡിംഗ് സഹകരണ വകുപ്പ് റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ലൈഫ് വേ റീഹാബിലിറ്റേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്നു. നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരു പുതിയ സാധ്യത കൂടി നമ്മൾ കണ്ടെത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഇത്ര സൗകര്യങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിലും പോകേണ്ടി വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന പോലെ നമുക്ക് ഈ റീഹാബിലിറ്റേഷൻ സെന്റർ ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിവുള്ള പോലെ തന്നെ പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമാണ്. സ്വാഭാവികമായും ഒരു പരിധി കഴിഞ്ഞാൽ പല ട്രീറ്റ്മെന്റുകൾ സ്വന്തമായി ഇത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പേഷ്യൻസിന് മാറേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലേക്കും പോകുന്ന സാഹചര്യം മാറി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട്, ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ചികിത്സാ രംഗത്ത് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ശ്രമം നടത്തുന്നതിനുള്ള ഒരു ഹോസ്പിറ്റലായി ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്തരം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യത കണ്ടെത്തിക്കൊണ്ട് ഇവിടെ ഇത്തരം ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന
മാനേജ്മെന്റിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പീഡിയാട്രിക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലിയമല നിർവഹിച്ചു. മുഖ്യാതിഥിയായി MLA ചടങ്ങിൽ സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് പെരിന്തൽമണ്ണയിൽ ഇത്രയും വലിയൊരു സ്ഥാപനം, പെരിന്തൽമണ്ണയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും വലിയൊരു സ്ഥാപനം ഞാൻ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു അമേരിക്കൻ സ്റ്റൈലാണ് എനിക്ക് തോന്നിയിട്ട്, ഒരു അമേരിക്കൻ ടച്ച് ഇതിലുണ്ട് എന്നുള്ളതാണ്. അടുത്തൊക്കെ പോയി കാണുമ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്, വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഗാർഡൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു. ഒരു സംശയമില്ല, നമുക്കൊക്കെ ഇതിന്റെ വലിയ ഗുണമുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും ഇതിന്റെ ആവശ്യം വരികയാണെങ്കിൽ, എല്ലാവർക്കും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും വരികയാണെങ്കിൽ ഇത് ഒരു സംശയമില്ല, നമ്മളെല്ലാവരും കൃത്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥാപനം തന്നെയാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, സമദ് മങ്കട, അഡ്വക്കേറ്റ് കുഞ്ഞാലി, അലിക്കളത്തിൽ, PT ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ സലാം PT, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, ഡോക്ടർ P ആനന്ദ് കുമാർ, അലിക്കളത്തിൽ, ലൈഫ് വേ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജുനൈദുൽ മുഹമ്മദ്, ആലങ്ങാടൻ ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നജ്മൽ ബാബു, ഷൈനി ആലങ്ങാടൻ, ഷീബ മുംതാസ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് വേ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജുനൈദുൽ മുഹമ്മദ് വിവരിച്ചു. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ആളുകളെ ചേർത്ത് പിടിക്കാൻ വിവിധ വിഭാഗങ്ങളായിട്ട് ഞങ്ങളുടെ വിദഗ്ധ സംഘം തയ്യാറായിരിക്കുന്നു. ന്യൂറോ റീഹാബിലിറ്റേഷൻ, സ്ട്രോക്കോ മറ്റ് നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളോ കാരണം തളർന്നു പോയവർക്ക് സ്വയം പര്യാപ്തത തിരികെ നൽകാൻ. ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ, അപകടങ്ങൾ കൊണ്ടോ ജോയിന്റ് വേദനകൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്നവർക്ക് കായിക താരങ്ങൾക്ക് കൃത്യമായ റിക്കവറി ഉറപ്പാക്കാൻ. പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റൽ കെയർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഓരോ താമസം കണ്ടറിഞ്ഞ് സ്നേഹത്തോടെ അവരെ മുന്നോട്ട് നയിക്കാൻ. ജീറിയാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രായമായവർക്ക് വാർദ്ധക്യത്തിലും വീഴാതെ തലയുയർത്തി ജീവിക്കാനുള്ള ആത്മവിശ്വാസവും ആരോഗ്യവും നൽകാൻ. വുമൻസ് ഹെൽത്ത് ആൻഡ് വെൽനെസ് റീഹാബ്, സ്ത്രീകളുടെ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രസവാനന്ദ പരിചരണങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ നൽകും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽ സൈക്കോളജി തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഇതുകൊണ്ടാണ്. സ്ട്രോക്കോ മറ്റ് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളോ കാരണം തളർന്നു പോയവർക്ക് ശാരീരിക സ്ഥിതി വീണ്ടെടുക്കുന്നതിന് ന്യൂറോ റീഹാബിലിറ്റേഷൻ, അപകടങ്ങൾ ഉണ്ടായതുമൂലമോ വേദനകൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്ന കായിക താരങ്ങൾക്ക് കൃത്യമായ റിക്കവറി ഉറപ്പാക്കാൻ ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ, കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ടറിഞ്ഞ് സ്നേഹത്തോടെ അവരെ മുന്നോട്ട് നയിക്കാൻ പീഡിയാട്രിക് റീഹാബ് ഡെവലപ്മെന്റൽ കെയർ, വാർദ്ധക്യത്തിൽ വീഴാതെ തല ഉയർത്തി നിൽക്കാനും ആത്മവിശ്വാസവും ആരോഗ്യവും നിലനിർത്താനും വയോധികർക്കായി ജെറിയാട്രിക് റീഹാബിലിറ്റേഷൻ, സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രസവാനന്തര പരിചരണത്തിനുമായി വുമൻസ് ഹെൽത്ത് ആൻഡ് വെൽനസ് റിഹാബ് തുടങ്ങിയ സേവനങ്ങളോടുകൂടിയെല്ലാമാണ് ലൈഫ് വേ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം. ഷോർട്ട് ന്യൂസ്. ഓൾ കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് ഉദ്ഘാടനവും മാട്രിമോണിയൽ ഓഫീസ് ഉദ്ഘാടനവും മനുശ്ശേരിയിൽ വെച്ച് നടന്നു. വിജയൻ ഞെഴുകാത്തൊടി ഭദ്രദീപം കൊളുത്തി. താലൂക്ക് പ്രസിഡന്റ് K സോമസുന്ദരൻ അധ്യക്ഷനായി. AKES സംസ്ഥാന സമിതി അംഗം കൃഷ്ണനുണ്ണി പുലാച്ചിത്തറ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് വൈസ് പ്രസിഡന്റ് E പ്രേമലത, സെക്രട്ടറി രമേശ് കോളേരി, ഗജാഞ്ചി സുജേഷ് പുതുക്കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഓണവിപണിയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് SDPI പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പൊതുവിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനും നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് ന്യായവിലയിൽ ലഭ്യമാക്കാനും സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. SDPI പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പുലാമന്തോൾ, വൈസ് പ്രസിഡന്റ് സാദിഖ് ചെമ്മലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പാർട്ടി ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓണാഘോഷം നടത്തി. പൂക്കളം ഇട്ടുകൊണ്ട് ആരംഭിച്ച പരിപാടി പ്രസിഡന്റ് T ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു.
ഇതുകൊണ്ട് അടിപൊളിയാണ്. നമുക്ക് എല്ലാവിധ സാധനങ്ങളും സർക്കാർ ഇഷ്ടം പോലെ സാധനങ്ങൾ തന്ന് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ബാങ്കിൽ നിന്ന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്ത് കസ്റ്റമർമാർക്ക് വേണ്ടിയിട്ട് ഓണക്കിറ്റുകളും എല്ലാം കൊടുത്ത് എല്ലാം ഇന്നേക്ക് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓണക്കിറ്റ് എല്ലാം കഴിഞ്ഞു. നല്ല സമൃദ്ധമായ ഒരു ഓണാണ് ഇപ്രാവശ്യം നാടെങ്ങും കാണപ്പെടുന്നത്. സെക്രട്ടറി സിന്ധു രാമചന്ദ്രൻ, കൗൺസിലർ സുമിത്ര വിനോദ്, ഡയറക്ടർ ജയൻ, മഞ്ജു, അനില രാജേഷ്, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണപ്പാട്ടുപാടിയും മറ്റും ആഘോഷം വർണ്ണാഭമാക്കി. വാടാനക്കുറിശി വില്ലേജ് മഅദിനുൽ ഉലൂം മദ്രസയിൽ മിലാദ് എക്സ്പോ സംഘടിപ്പിച്ചു. റബീ അനുഗ്രഹങ്ങളുടെ വസന്തകാലം എന്ന പ്രമേയത്തിൽ നടക്കുന്ന മഹല്ല മിലാദ് ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാനുഷിക സ്പർശിയായ സന്ദേശങ്ങൾ കൂടുതൽ പഠന വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഫാമിലി മാഗസിൻ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണ മത്സരങ്ങളുടെ എൻട്രികൾ ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. എക്സ്പോയുടെ ഉദ്ഘാടനം വാടാനക്കുറിശി വില്ലേജ് മഹല്ല് സെക്രട്ടറി കെ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. മഹല്ല് ഖത്തീബും മദ്രസ പ്രധാനാധ്യാപകനുമായി UA റഷീദ് അസരി അൽ ഹക്കമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തും വായനയും ഒക്കെ താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും മാനവിക സ്പർശിയായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങളെക്കുറിച്ച് ലേഖനം എഴുതി, കഥ എഴുതി, കവിത എഴുതി എല്ലാവരും ചേർന്ന് തുന്നിക്കെട്ടി ഒരു മാഗസിൻ തയ്യാറാക്കുകയാണ്. ആ ഒരു മത്സര ബുദ്ധിയോടെ തയ്യാറാക്കിയ സർഗാത്മകമായ അവരുടെ പരിശ്രമങ്ങളെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതോടുകൂടെ തന്നെ അവരുടെ കരകൗശല വസ്തുക്കളായിട്ടുള്ള പൈതൃക പുരാതന പ്രതീകങ്ങൾ, അതുപോലെ തന്നെ നാണയങ്ങൾ, കൊച്ചു ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങൾ പോലെയുള്ള സയൻസിന്റെ എക്സ്പെരിമെന്റുകൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് വിജ്ഞാനദാഹികൾക്ക് അവരുടെ അറിവിന്റെ അന്വേഷണങ്ങൾ വികസിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇന്നിവിടെ എക്സ്പോയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ എക്സ്പോയിലെ നേരത്തെ പറഞ്ഞ 2 മത്സരങ്ങളിൽ 1, 2, 3 സമ്മാനങ്ങൾ നേടുന്നവർക്ക് നബിദിന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെയും ചുറ്റുപാടുകളിൽ ഉള്ള കഴിവുള്ള ആളുകളുടെ ഓരോ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്കിടയിൽ ധാരാളം പ്രതിഭകൾ അതിന്റെ ഭാഗമായി വളർന്നു വരും. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം ടൗണിൽ വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിച്ചതിൽ വൻ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ്. കാലാവധി പൂർത്തിയായ ടൗൺ വെൻഡിംഗ് കമ്മിറ്റിയെ ഉപയോഗിച്ചാണ് കാർഡുകൾ അനുവദിച്ചതെന്നും നിയമവിരുദ്ധമായി നൽകിയ ലൈസൻസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കിറ്റ് നൽകാനായി ആശ്രയ ഗുണഭോക്താക്കളെ പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവത്തിൽ പ്രതിഷേധവും ബഹളവും. പ്രായമായവരും രോഗികളും കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകൾ. അവശരായ പലരും കിറ്റ് വാങ്ങാതെ മടങ്ങി. മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാറിനെ പുനലൂരിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവിന് സ്റ്റേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സതീഷ് കുമാർ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. തനിക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് സ്ഥലംമാറ്റ ഉത്തരവ് ഇറങ്ങിയതെന്ന് സതീഷ് കുമാർ. ഒറ്റപ്പാലത്തെ റോഡിലെ കുഴിയും ഗതാഗത കുരുക്കും വലഞ്ഞ പോലീസ് കുഴിയടക്കാൻ നേരിട്ടിറങ്ങി. കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മടിച്ചു നിന്നതോടെയാണ് പോലീസ് രംഗത്തിറങ്ങിയത്. ഓണാഘോഷത്തിൽ നാട. ചൊവ്വാഴ്ച ഉത്രാടപ്പാച്ചിൽ. മാവേലിയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിൽ മലയാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.